ഇന്ന് രാവിലെ പന്നി റോസ്റ്റ് ഉണ്ടാക്കല്ലേ. പന്നി കഴിച്ചിട്ട് കുറേ ദിവസമല്ലേ. പന്നി നന്നായിട്ട് നല്ല കറുത്തിട്ട് ഉണ്ടാക്കണം. പന്നി തൊലി വറക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി പന്നി മുളക് മസാലകളെല്ലാം തിരുമ്മി തേങ്ങാക്കൊത്തെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു പന്നി റോസ്റ്റ് ഉണ്ടാക്കണം. ഇതവിടെ ഉള്ളി അരിയുന്നു. സവോള 2 കളറുള്ള സവോളയുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പറിക്കണം. വീട്ടിൽ പന്നി വറക്കുമല്ലോ, പന്നിത്തൊലി. അപ്പോൾ ഞാനൊക്കെ അടുത്തിരിക്കും. തൊലി വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ടേ ഇങ്ങനെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പ്രാക്ടീസ് ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊക്കെ സംഭവമുണ്ടെന്ന് പണ്ടോ അറിയില്ലല്ലോ. അങ്ങനെ ചെറുപ്പത്തിലെ വന്നോ കഴിക്കുന്നോ. അതുകൊണ്ട് ടേസ്റ്റാണ്. കഴിച്ചില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നു ആ ബാക്കിയോട് കുറച്ച് കറിവേപ്പില കുത്തിയിട്ടുണ്ട്. അതിനെ കൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം രുചി എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഇതൊരു സ്പെഷ്യൽ ടിപ്പാണ്. ഇതിൻ്റെ അകത്തിട്ട് ഈ പന്നി തൊലി വറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഒരു മാജിക്കുണ്ട്. അതിനാണ് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പറയാം ഇത്ര ഫ്രൈ ചെയ്യാൻ മതി. കറക്റ്റ് വരും. ഇപ്പോൾ ഉപ്പിട്ട് പിന്നെ ഒത്തിരി മുറിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് കറിക്കകത്തോട്ട് ആ നെയ്യും കൂടെ ഇറങ്ങണം. നമ്മളതിൻ്റെ ഇത് വരുള്ളൂ. നമുക്കിനി കുക്കറിനകത്തോട്ട് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിട്ടൊരു 2 അടി മതി കേട്ടോ. 2 അടി അടിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ കുക്കറിലേക്ക് ഇടാം അല്ലേ. മാറ്റി വെച്ചു കയറി നമ്മുടെ തേങ്ങക്ക് ആദ്യം ഉണ്ടോ മുകളിലോട്ടിടാം. അല്ല അടി പിടിച്ചാലോ. നമുക്ക് ആദ്യം പന്നി ഇറക്കാം. ഇവിടെ മസാല വെച്ച പന്നിയാണ്. പന്നി ഇറച്ചി തേങ്ങാക്കൊത്ത് റോസൺ ആയതുകൊണ്ട് കുറച്ച് കട്ടിയാണ്. ഇതിനകത്ത് ഇനി മറ്റേ ഇതൊക്കെ എടുത്ത് ഇടാൻ നമ്മുടെ വറുത്ത പന്നി ഇത് ബെല്ലി ഫാറ്റാട്ടോ. ആ പരിപാടി ഇത് കറക്റ്റ് വരുവാ. സൗണ്ട് ഉണ്ടല്ലോ കറക്റ്റ്. നമ്മുടെ കറിവേപ്പില ഉള്ളി ഇട്ടോ. എല്ലാം മിക്സാ ഒരുമിച്ചാ. കുറച്ച് ലാസ്റ്റ് കണ്ട് കുടിക്കാൻ പോകണം. പിള്ളേർക്ക് കഴിക്കണ്ടേ. അപ്പോൾ നമ്മുടെ കറി 2 വിസിൽ അടിച്ചിട്ടുണ്ട്. വിസിൽ പോയി അതിൻ്റെ എയർ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആവശ്യത്തിന് വെള്ളം ഇറങ്ങി. എന്താ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് റോസ്റ്റ് ആക്കിയാൽ മതി. കണ്ടല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മതിയോ തീയതിയാം. നമ്മുടെ എണ്ണ ഉരുക്കിയ നെയ്ക്ക് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ആ ഉള്ളി പോയിട്ടാണ് ചൂടാകട്ടെ. ഇനി കുറച്ചുകൂടെ ഇതിനകത്ത് കിടന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. കാരണം മസാല പിടിക്കണം. അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഉണ്ടല്ലോ അല്ലേ. എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് കടുകിടാം. ഈ കൂട്ടത്തിൽ കുറച്ച് മസാല കൂടി ഇടാം. കുറച്ച് സ്പൈസസ് അത് കൂട്ടട്ടെ. നെയ്യുണ്ട് ഒന്ന് പൊട്ടി വെട്ടെ. ആയിക്കോട്ടെ. ഇനി നമുക്ക് ഉള്ള സവാള പിന്നെ സവാള ആവശ്യപ്പെട്ടതാണ്. ഒന്നുകൂടെ ഒന്ന് ഒരു കുരുമ കിട്ടാനായിട്ട് ചെറിയ ഉള്ളിക്കത് കിടപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് കൂടുതൽ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കുറച്ച് ചെറിയ ഉള്ളി കൂടെ വേണം. ഇനി വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാം.
നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ ഇങ്ങനെ രീതിയൊക്കെ ആണ്. ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഗസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ അറ്റൻഷൻ ഇല്ല. കാരണം അത് അല്ലെങ്കിൽ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മളതിന് ശക്കലം ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കുറയില്ല, ടേസ്റ്റ് കുറയില്ല. കാരണം കൈപ്പുണ്യമുണ്ട്, അതാണ് മെയിൻ. ദൈവം അനുസരിച്ച് കൈപ്പുണ്യം വാരിക്കോരി തന്നിട്ടുള്ളതുകൊണ്ടേ ചില ആൾക്കാർ പറയുന്നേക്കാം അവനവരുണ്ടാക്കുന്ന ഫുഡ് പോലും കഴിക്കാൻ എനിക്കിഷ്ടമില്ല, ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് പോലും ഇഷ്ടമില്ല. പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയത് ഒരു മുളക് ചാലിച്ചാൽ പോലും അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ചോറ് ചോറിനാൻ എനിക്കത് മതി. ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്കത് ഇഷ്ടമാണ്. നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നവരാണ് നമ്മുടെ കുക്കിംഗ്. യു ഹാവ് ടു ലവ് അവർ സെൽഫ്സ് ആൻഡ് അവർ കുക്കിംഗ്. ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. നമുക്ക് എന്നും വച്ചുണ്ടാക്കി തരാമെന്ന് ആൾക്കാർ കാണണം എന്നില്ല. നമ്മൾ ബാച്ചിലറായിട്ടാണ് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്യാൻ പഠിച്ചത്. നമ്മുടെ പേരൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരുണ്ടാക്കുന്നത് കണ്ടും നമ്മളതൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ചെറുപ്പമുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുക്ക് ചെയ്യുമോ ആർക്കറിയാം. ഇപ്പോൾ എല്ലാം ഓൺലൈനിലല്ലോ ഓർഡർ ചെയ്യാം. ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ തട്ടുകടയിൽ പോയി ഫുഡ് അടിക്കുക. ഫുഡ് ഇഷ്ടം പോലെ അവൈലബിളാണ് പണ്ടത്തെ വെച്ച് നോക്കിയാൽ. പിന്നെ എല്ലാവർക്കും ഈസി ഉണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ പേരൻസ് അവരുടെ മക്കൾക്ക് പോക്കറ്റ് മണി കൊടുക്കും. പണ്ടത്തെ പോലെ ഇല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളതും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ മാക്സിമം വീട്ടിലുള്ള ഫുഡൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഓർഡർ ചെയ്തൊന്നും കഴിക്കാനുള്ള അന്ന് അങ്ങനൊരു ആപ്ലിക്കേഷനും ഇല്ല, ഫെസിലിറ്റി ഇല്ല. പിന്നെ പുറത്ത് പോയി കഴിക്കും കുറവാണ്. വീട്ടിലുണ്ടാക്കുന്നതാണ് അതാണ് തുറക്കുന്നത്. അപ്പോൾ വീട്ടിലെ രുചി എന്ന് പറഞ്ഞ് ഹോട്ടലുകളിലും അവിടെ എല്ലാം എഴുതി വെക്കുമ്പോൾ അവിടെ പോയി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വന്തം വീട്ടിലെ രുചി പോരാ. എല്ലാവർക്കും സ്വന്തം വീട്ടിലാണ് ഒരുവിധം ആൾക്കാർക്കെല്ലാം സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം. അത് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ തിന്നാലും കിട്ടില്ല. അത് ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കുറച്ച് വളർന്നു കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെ അമ്മയുടെ കൈപ്പുണ്യം, അമ്മയുടെ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. അത് അമ്മ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ആയപ്പോൾ തേങ്ങാ ചമ്മന്തി ഞാൻ പലപ്പോഴും വീട്ടിൽ അവധിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ അമ്മയുടെ ഓരോരോ ഇഷ്ടങ്ങൾ അമ്മ ഉണ്ടാക്കി തന്ന കാര്യങ്ങളുണ്ട്. തേങ്ങാ ചമ്മന്തി, ഉണക്കത്തേങ്ങ, അതായത് കൊപ്ര തേങ്ങ ചുട്ടിട്ട് നല്ല ചാരമുള്ള അടുപ്പിൽ കല്ലിൻ്റെ അടുത്ത് ചുട്ട് പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചുട്ടിട്ട് കല്ലിൽ അരച്ചിട്ടുള്ളൊരു ചമ്മന്തിയുണ്ട്. പറയുന്ന സത്യം കഴിഞ്ഞാൽ വായി വെറുതെ ടേസ്റ്റായിരുന്നു. അത് അമ്മയോട് ഞാൻ എന്ന് ചെന്നാലും ഉണ്ടാക്കി തരാൻ പറയും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ വേറെ ഒന്നും വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് മസാല പൊടി ഇടാം. മല്ലിപ്പൊടി വേണം. ഈ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ശർക്കരം കൂടി എനിക്ക് എനിക്കിഷ്ടമാണ്. ഗരം മസാല എല്ലാ പൊടികളും തീർന്നല്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം പൊടിക്കും. പിന്നെ നമുക്ക് കുരുമുളക് പൊടി നമുക്ക് പിന്നെ എന്തായാലും ഇടണം. അപ്പോൾ കുറച്ചിടാം. ചൂടായി മുത്തേ മീറ്റ് മസാല ഉണ്ടോ ചേർങ്ങളെ എന്നത്താ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വീട്ടിലെ ഊണ് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിഞ്ഞിട്ടുള്ളൂ ആരുണ്ടാക്കുന്നത്. അത് പിന്നെ ഭാര്യയുടെ പിന്നെ അത് പറയണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അത് പറഞ്ഞില്ലേ അവിടെ ഉറങ്ങാൻ പറ്റില്ലേ? ദൈവം അനുസരിച്ച് ഭാര്യ ഉണ്ടാക്കുന്നു നല്ല ടേസ്റ്റുണ്ട്. വേവാട്ടെ എടുക്കും. മസാല കരിയാറായി. മസാല കരിഞ്ഞെങ്കിലും കിട്ടുമോ? വേവാട്ടെ. കേട്ടോ, പേടിക്കണ്ട, കൊടുക്കണേ. ആ മതി. ഇനി ആ കുക്കറൊന്ന് ഒഴിച്ചേക്കാവോ? 2 കൈ കൊണ്ട് പിടിച്ചൊന്ന് മറച്ചു വെച്ചേക്കും. പള്ളിപ്പെണ്ണിൽ ചെല്ലച്ചുണ്ടിയുമായി വാ. ഒരു പഴയ പടത്തിലെ പാട്ടാണ്. പാട്ടിപ്പം ഭയങ്കര ഹിറ്റായി. പണ്ട് ഇത്ര ഹിറ്റായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയി.
അതും കറിവേപ്പിലിട്ട് പച്ചക്കറിവേപ്പില വേണം. ഇങ്ങനെ ഇവിടെ കിടന്ന് ഒന്നും കൂടെ മസാലയൊക്കെ പിടിക്കണം. നമുക്ക് മൂടി വെച്ച് സെറ്റാക്കി എടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പിടാം. തുടക്കിനാത്തതിൽ പൊളിച്ചുമുറ ഞാനിങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് വറ്റിക്കുന്നുണ്ട് കേട്ടോ. ശക്കലം സെറ്റ് ഗ്രേവി ആയിട്ട് കൊണ്ടുപോകണം. കാരണം നമുക്ക് പോത്തിനോടെ കഴിക്കുമ്പോൾ കപ്പയോടെ കഴിക്കുമ്പോൾ ശക്കലം ചാറ് വേണം. അതതിൻ്റെ ആ ഗെറ്റപ്പ് കിട്ടും. നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് പിന്നെ ദൈവം രീതിയിൽ കറിവേപ്പില ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കറിവേപ്പില നന്നായിട്ടില്ല. അത് പൈസ കൊടുത്താണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് അവസ്ഥയാണ്. നാട്ടിലൊക്കെ നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. മൺചട്ടിക്കകത്ത് എപ്പോഴാണ് ഉരുളി അതൊരു വന്നത്. ഇനി ഇവനിവിടെ കിടന്നൊന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഇപ്പൊക്കെ ആയിട്ടുണ്ട്. അവനവിടെ കിടന്ന് പിടിക്കട്ടെ. മൂടി വെക്കാം. ചെറു തീ കിടന്ന് വേണ്ട കേട്ടോ. തീ കുറച്ച് വെക്കാം. മതി. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് വേണം. ഓക്കെ, നമുക്കൊന്ന് മൂട പൊക്കി നോക്കാം. അതായി നെയ്യൊക്കെ അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. സെറ്റായി വരുന്നുണ്ട്. നമുക്കൊന്ന് നീറി വേഗട്ടെ. നീറി വേഗട്ടെ. നമ്മുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. റോസ്റ്റ് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ട്. പോർക്ക് റോസ്റ്റ്. ഇനി ഇവനെ ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നില്ല. ചില കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് കുറച്ചും കൂടെ ഇട്ടതാണ്. ഒന്നുകൂടെ ഒന്ന് തൂളിക്കൊള്ളാം. ഇനി നമുക്ക് ഓരോ പ്രാവശ്യം ചൂടാക്കുന്ന തോറും ഇവ കറുത്ത് വന്നിരിക്കും. കുരുമുളക് കുറച്ച് മാറ്റിയിരിക്കണേ. ഇനി ഇവനെ നമുക്ക് ഇത് മതി. നമുക്ക് ഉണക്കപ്പി കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ധാരാളം. ഈ ചാറ് വേണ്ട. ചാറ് ഉണ്ടാക്കാൻ ആദ്യം ഓർത്തു, പിന്നെ ഓർത്തു വേണ്ട. ഇതുപോലെ ഇനി ഇവനെ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാം. ഞാൻ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്. ഇതോടുകൂടി നിർത്തുകയാണ്. നമുക്ക് ബോറിംഗ് ആയി. നമ്മളല്ലോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണുന്നില്ല. ഞാൻ വീഡിയോ ഇട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. അത് പിന്നെ നമ്മുടെ സൈഡിൽ നമ്മൾ ഇടുക എന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. സി യാ. എൻജോയ് യുവർ ഡേ. ബി ഹാപ്പി. അപ്പം നല്ല ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നത് ഹാപ്പി ആയിട്ട് നല്ല സ്നേഹത്തോടെ ജീവിക്കുക. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ടേസ്റ്റ് ഉണ്ട്. ഒരു ഫാമിലിയുടെ കൊടുത്ത് അവരെന്നാ പറയുന്നത് നോക്കാം. ഇതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചോണ്ടേ ഇല്ല. അതിൻ്റെ പ്രത്യേകത. കുറച്ചുകൂടെ കുരുമുളക് ഇടാം. കുരുമുളക് ഒരു പിടി മുന്നിൽ നിൽക്കണം. ഇനി നമുക്ക് ശേഷം പാകം സ്ക്രീനിൽ ഇനി ചില ടേസ്റ്റ് നോക്കാം. വാ, ചൂടോടെ എടുത്ത് കഴിച്ച് നോക്ക്. കുഴപ്പമില്ല. കപ്പയുടെ കൂടെ എരിവ് കുറവുണ്ടോ? കുരുമുളക് മുഴുവൻ ഇട്ടു. അതിൻ്റെ ഇരുന്നത് കുരുമുളക് എപ്പോഴും ഒരു പിടി മുന്നിൽ നിൽക്കണം. ആ തേങ്ങാക്കൊത്തിൻ്റെ ഒരു ചെറിയ മധുരമാണ്. അതിലൂടെ നല്ല നല്ല തെങ്ങും കള്ളും കൂടെ ഉണ്ടാക്കി സൂപ്പറാണ്. ചില കപ്പയും വേണം. കപ്പ നല്ല അടിപൊളിയായിട്ട് തോന്നിയുണ്ട്. അടിപൊളി ഫുഡ്. ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ചൂടോടുകൂടി എടുത്ത് കഴിക്കണം. അല്ല രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു തണുത്ത സാധനം എടുത്ത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, ആ ചൂടോടെ കറി തന്നെ എടുത്തൊന്ന് ടേസ്റ്റ് നോക്കണം. വീട്ടമ്മമാർ അങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് നിങ്ങളാണ് ആദ്യം അറിയേണ്ടത്.
എന്ത് കറി ഉണ്ടാക്കിയാലും കേട്ടോ ആദ്യം ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ പാത്രത്തിൽ എടുത്ത് ചൂടോട് കൂടി അവിടെ പോയി ഞാൻ കഴിച്ചു നോക്കണം. എന്നിട്ട് അന്നേരം നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം അത് ഫിക്സ് ചെയ്യാം. കുറവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കഴിച്ചു നോക്കാം. കുറവുണ്ടെന്ന് അറിയാലോ, ഞാൻ എൻജോയ് ചെയ്യണം ടേസ്റ്റ്. ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഒന്നുമല്ല, ഇത് തന്നെ. എന്താണ് ഇപ്പം മീൻ വറുത്താണെങ്കിൽ മീൻ വറുത്ത് എടുത്ത് കഴിച്ച് നോക്കാം, മീൻ കറിയാണെങ്കിൽ മീൻ കറി ചാറും എടുത്ത് കഴിച്ച് നോക്കാം. ചിക്കനാണ് അങ്ങനെ, മട്ടനാണ് അങ്ങനെ, പോർക്കാണ് അങ്ങനെ. യെസ്, യു ഹാവ് ടു ഡു ദാറ്റ്. പക്ഷെ നമ്മുടെ അമ്മമാരൊന്നും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് അതിനുള്ള സമയമില്ല. അവർക്ക് ആ പണി കഴിഞ്ഞാൽ അടുത്ത പണി അടുത്ത കാര്യങ്ങൾ ചെയ്തു പോകും. അടുക്കളപ്പണി കഴിഞ്ഞിട്ട് വേണം അവർക്ക് പുറത്തോട്ടിറങ്ങി തുണിയലക്കാം, കാര്യങ്ങൾ, മിറ്റോടിക്കൽ, പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ പശുവൊക്കെ ആടൊക്കെയുള്ളവർ അവർ പശുവിൻ്റെ ആടിൻ്റെ കയറിഞ്ഞ് പുല്ലിയത്ത്, മിറ്റത്തെ പുല്ലുപറി, പറമ്പിലെ പണി, ഇതൊക്കെ പണികളുണ്ട്. അവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോകും. അവരിതുപോലെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ആസ്വദിച്ച് കഴിച്ചിട്ട് വേണം അവർ എന്തിനും പോകാൻ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറിംഗ് ഉണ്ടോ അതിനകത്ത്, ഒരു ഷെയറിങ്ങും ഒരു സബ്സ്ക്രിപ്ഷനും ചെയ്ത് സഹായിക്കുക പാവപ്പെട്ടവനെ. പാവപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നത്. അപ്പം ബൈ ബൈ, ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ആരൊക്കെ ഇത് കണ്ടാലും നിങ്ങളുടെ ടൈം, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ആ സ്നേഹം, എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യുവർ ഫാമിലി ആസ് വെൽ. അപ്പം ടേക്ക് കെയർ, ബൈ ബൈ, ചെയ്യാം.